നമസ്കാരം. ഇന്ന് 2025 മെയ് മാസം 18-ാം തീയതി 1200 ഇടവമാസം 4-ാം തീയതി ഞായറാഴ്ച. ഇന്നു മുതൽ ഒരാഴ്ചക്കാലത്തെ ഫലം പരിശോധിച്ചാൽ 27 നക്ഷത്രജാതകർക്കും വ്യത്യസ്തമായ ഫലാനുഭവങ്ങളാണ് വന്നു ചേരുക. എന്നാൽ രാജയോഗത്താൽ ജീവിതത്തിലെ സകലവിധ പ്രശ്നങ്ങളെയും മാറ്റിമറിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവർ ഈ ഒരാഴ്ചക്കാലം നല്ല രീതിയിൽ ശോഭിക്കും. ധനപരമായി ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. കഷ്ടതകളൊക്കെ അവസാനിക്കും. ജോലി ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന ചിലർ, വിദേശത്തേക്ക് പോകാൻ സാധിക്കുമോ എന്നറിയേണ്ട ചിലർ, വിവാഹ കാര്യത്തിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങുമോ എന്നറിയേണ്ട ചിലർ, അങ്ങനെ പല രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട്. നമുക്ക് 27 നക്ഷത്രജാതകരുടെയും ഈ ആഴ്ചയിലെ പൊതുവായ ഫലം ഒന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രജാതകരിൽ നിന്ന് തന്നെ തുടങ്ങാം. അശ്വതി നക്ഷത്രജാതകർക്ക് ഏറെ കാലമായി ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരാഴ്ച തന്നെയായിരിക്കും ഈ ഒരു കാലഘട്ടം. അപ്രതീക്ഷിതമായി ധനനേട്ടം വന്നു ചേരുന്ന സമയം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അലയടിക്കും. അഭിവൃദ്ധിയാണ് കാണുന്നത്. കുടുംബസുഖം വന്നു ചേരും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്ര ജാതകർക്കും അനുകൂലമായ ഒരു സമയം തന്നെയാണ്. പ്രാരാബ്ദങ്ങളൊക്കെ മാറും. ധനനേട്ടത്തിലെത്തും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. ജോലിക്കാര്യത്തിലൊക്കെ തീരുമാനമാകും. ധനവരവ് വർദ്ധിക്കുന്ന സമയമാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും അനുകൂലമായ ഒരു സമയം തന്നെയാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി കാർത്തിക നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ധനപരമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി സാധ്യമാകും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ് കാർത്തിക നക്ഷത്ര ജാതകർ എത്തുന്നത്. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. അവിടെ കുങ്കുമാർച്ചനയൊക്കെ നടത്തി മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണിക്ക് ശത്രുക്കൾ ധാരാളമുള്ള സമയമാണ്. ശത്രുശല്യമൊക്കെ ഒഴിഞ്ഞു കിട്ടുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. ചതിക്കപ്പെടാനോ വഞ്ചിതരാകാനോ സാധ്യത കൂടുതലാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ദേവീക്ഷേത്രത്തിൽ പോവുക. ബഗളാമുഖി അർച്ചന നടത്തുക. മകീര നക്ഷത്ര ജാതകർ അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് കടക്കുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറുന്നു. രാജയോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ്. എല്ലാ രീതിയിലും ജീവിതത്തിലൊരു വലിയ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ്. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന മകീര നക്ഷത്ര ജാതകർക്ക് അത് കിട്ടുന്ന സമയമാണ്. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഹനുമാനെ പ്രാർത്ഥിക്കുക. തിരുവാതിര നക്ഷത്ര ജാതകർക്കും ഭാഗ്യ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി രക്ഷപ്പെടുവാൻ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളെ സഹായിക്കും. സുഖാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ഗുരുഭക്തി, ധനാഭിവൃദ്ധി ഈ ഒരാഴ്ച കാണുന്നുണ്ട്. സമയം അനുകൂലമാണ്. എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം തന്നെയാണ്. തിരുവാതിര നക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. പുണർന്ന നക്ഷത്ര ജാതകർക്കും വലിയ ഒരു ഗുണാനുഭവം വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹ സാഫല്യത്തിൻ്റെ സമയമാണ്. ധനപരമായി ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്നതാണ്. വിവാഹം മൂലം ഉയർച്ച വന്നു ചേരും. ധനനേട്ടം പ്രതീക്ഷിക്കാം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. അടുത്ത നക്ഷത്രം പൂയമാണ്. സുഹൃത്തുക്കളെ കൊണ്ട് ഉപകാരങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സമാധാനം കളിയാടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമയമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. കോവളമാല, ധാര, പിൻവിളക്ക് ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. ആയില്യ നക്ഷത്രമാണ് അടുത്തത്. ജീവിത ചുറ്റുപാടുകളിൽ സന്തോഷപ്രദമായ സാഹചര്യം വർദ്ധിക്കുന്ന സമയമാണ്. ജോലി ലഭ്യത ലഭിക്കും. ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കിട്ടുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉള്ള ഒരാഴ്ച തന്നെയാണ് ഇത്. സന്തോഷപ്രദമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുക. അടുത്ത നക്ഷത്രം മകമാണ്. ഒരുപാട് ദുഃഖിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ. എന്നാൽ അതൊക്കെ മാറി ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് വന്നു ചേരും. ധനപരമായ ഒരു ഉയർച്ച കാണുന്നുണ്ട്. സന്താനഭാഗ്യം വന്നു ചേരും. ധനപ്രാപ്തി കാണുന്നു.
ശത്രുജയവും കാണുന്നുണ്ട്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ദേവീക്ഷേത്രത്തിലും ഹനുമാൻ ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. വലിയൊരു ധനാഗമനം വന്നു ചേരുന്ന സമയമാണ്. സുഖാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ദാമ്പത്യത്തിൽ സമാധാനപൂർണമായ പല കാര്യങ്ങളും സംഭവിക്കും. എല്ലാ രീതിയിലും ഐശ്വര്യമാണ്, എല്ലാ രീതിയിലും സമൃദ്ധിയാണ്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഐശ്വര്യവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. കടം കൊടുത്ത പൈസയൊക്കെ തിരിച്ച് കിട്ടുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച പലതും നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങളിപ്പോൾ സങ്കടപ്പെടുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ലഭ്യമാകുന്ന സമയമാണ്. അകലിൽ നിന്നും ഒരുപാട് സഹായങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ചിലപ്പം വിദേശ രാജ്യത്തു നിന്നൊക്കെ ആയിരിക്കും ആ ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുക. അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നീരാഞ്ജനം സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തത്തിനിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിയും. പൂർണ്ണമായ നിങ്ങളുടെ ഫലം അറിയുവാൻ ദശാസമയം പരിശോധിക്കേണ്ടതായ ആവശ്യമുണ്ട്. ജാതകഫലം അറിയുവാൻ വേണ്ടി നമ്മുടെ വാട്സാപ്പിലൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അത്തനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പരാജയ ഭീതിയോ നഷ്ടങ്ങളോ ഒന്നും കണക്കാക്കേണ്ട. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ധനനഷ്ടമൊക്കെ നിങ്ങൾക്ക് ധാരാളം സംഭവിച്ചിട്ടുണ്ട്. മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അന്യരുമായിട്ട് ഒരുപാട് കയർക്കേണ്ട അവസ്ഥയൊക്കെ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജോലി നഷ്ടപ്പെട്ട ഒരു സമയമൊക്കെ ആയിരുന്നു. ഒരുപാട് നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ കഷ്ടനഷ്ടങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾ രക്ഷപ്പെടും. കുടുംബത്തിലെ കലഹങ്ങളൊക്കെ അവസാനിക്കും. സ്ത്രീകൾ മൂലം ചില ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച സമയമുണ്ടായിരുന്നു. ചെലവൊക്കെ ക്രമാതീതമായി വർദ്ധിച്ച സമയം തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരാഴ്ച നിങ്ങളെ സംബന്ധിച്ച് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ചിത്തിരയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ തന്നെയായിരുന്നു. ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം. മക്കളുടെ ഉയർച്ച, കുടുംബത്തിൻ്റെ ഉയർച്ച, ഇതൊക്കെ വളരെയേറെ പ്രതീക്ഷയോടാണ് ഇവർ കണ്ടിരുന്നത്. എന്നാൽ പല സമയത്തും താൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലുണ്ട്. വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ധനപ്രാപ്തി വന്നു ചേരും. ജോലി ലഭ്യതയുണ്ടാകും. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. എല്ലാ രീതിയിലും നേട്ടമാണ് ചോദിക്കുക. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. അവിടെ ധാരയൊക്കെ സമർപ്പിക്കുക. അടുത്ത നക്ഷത്രം വിശാഖമാണ്. ശത്രുതയോടെ പെരുമാറുന്നവരൊക്കെ അടുത്തുകൂടുന്ന സമയമാണ്. കുടുംബസ്വത്തിലുള്ള തർക്കങ്ങളൊക്കെ അവസാനിക്കും. കർമ്മരംഗത്തെ പ്രതിസന്ധിയൊക്കെ തീരും. എല്ലാ രീതിയിലും ഉയർച്ചയും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, വഴിപാടുകൾ അർപ്പിക്കുക. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ദുഃഖമൊക്കെ മാറുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. ദേഷ്യമൊക്കെ നിയന്ത്രിക്കണം. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് സുരക്ഷിതമില്ലായ്മയോ ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. മുറിവ്, ചതവ് ഇതൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, നീരാഞ്ജനമൊക്കെ നടത്തുക. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. പല പുതിയ പരിപാടികളും ആസൂത്രണം ചെയ്യുന്ന സമയമാണ്. നിങ്ങൾക്ക് ഗജകേസരി യോഗം എന്ന് തന്നെ പറയാം. ഈ ഒരു സമയത്ത് ധാരാളം ധനമൊക്കെ വന്നു ചേരും. ദൈവാനുകൂല്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടുന്ന സമയമാണ്. ദേവീക്ഷേത്രത്തിലൊക്കെ വഴിപാടുകളും ധർമ്മങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോകുക. അടുത്ത നക്ഷത്രം മൂലമാണ്. ഒരു പുതിയ സുഹൃത്തിനെ നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തിക പ്രയാസങ്ങൾക്കൊക്കെ കുറവ് വരും. വിദേശത്ത് നിന്ന് ശുഭവാർത്ത കേൾക്കും. ശത്രുജയം സംഭവിക്കും. എല്ലാ രീതിയിലും ഉയർച്ചയാണ് മൂലം നക്ഷത്ര ജാതകർക്ക്. മൂലം രക്ഷപ്പെടുന്ന സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരാഴ്ചയായിരിക്കും ഈ ഒരു സമയം. തൊഴിലിൽ ഉത്സാഹവും പുരോഗതിയും ഉണ്ടാകും. സന്താന ഭാഗ്യം വന്നു ചേരും. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കും. സന്തോഷം നിറഞ്ഞ സമയമായിരിക്കും ഈ ഒരാഴ്ച നിങ്ങളെ സംബന്ധിച്ച്. ഈ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. നിങ്ങളെ സംബന്ധിച്ച് ഇരട്ട രാജയോഗം വന്നു ചേരുന്ന സമയമാണ്. പൂരാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇരട്ട രാജയോഗത്തിൻ്റെ സമയമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ഭൈരവിന് വഴിപാടുകളൊക്കെ നടത്തുക. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. അകന്നു കഴിഞ്ഞവർ അടുത്തു കൂടുന്ന സമയമാണ്. പുതിയ ഒരു കൂടിച്ചേരലുകൾ ഉണ്ടാകും. ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. എല്ലാ കാര്യത്തിനും ഉത്സാഹപൂർണമായ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഉത്രാട നക്ഷത്ര ജാതകരുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്.
ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. ദാമ്പത്യ വിഷയങ്ങളിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ ഈ ഒരു സമയം വളരെ അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അവസാനിക്കുന്നു. കോടതി വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. മനോഹരമായ പല വസ്തുക്കളും നിങ്ങൾക്ക് സമ്മാനമായൊക്കെ ലഭിക്കുന്ന സമയമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ മുന്നോട്ട് പോവുക. ആഡംബരപ്രിയം വർദ്ധിക്കുന്ന സമയം തന്നെയാണ്. ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക. അടുത്ത നക്ഷത്രം ചതയമാണ്. സുഖാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. ധനപരമായി ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. വാഹനഭാഗ്യം വന്നു ചേരും. കർമ്മസുഖം വന്നു ചേരും. അതുപോലെ തന്നെ വരവ് കൂടുകയും ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ദുരിതവും കഷ്ടകാലവും ഒക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. ആത്മവിശ്വാസ കൂടുതൽ കൊണ്ട് പല അബദ്ധങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ആവശ്യമുണ്ട്. എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന ഒരാഴ്ചയാണ്. ആകർഷകമായി സംസാരിക്കുന്നത് മൂലം പലയിടത്തും നിങ്ങൾക്ക് പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരും. നിർബന്ധ ബുദ്ധിയൊക്കെ കുറയ്ക്കുക. ഭാഗ്യമാണ്, നേട്ടമാണ്. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിക്കുക. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതിക്ക് കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ച ദുഃഖ ദുരിത സങ്കടങ്ങളൊക്കെ ഈ ഒരാഴ്ച കൊണ്ട് മാറിക്കിട്ടുന്ന സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ എന്തുമാത്രം പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ ആ പ്രതിസന്ധികളിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്കും ഇരട്ട രാജയോഗം തന്നെയാണ്. രാജയോഗം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ക്ഷേത്ര ദർശനം നടത്തുക. പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. നല്ലതുകൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.